അങ്ങനെ ഡൽഹി ദർശന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കവർ ചെയ്തത് കുത്തബ് മിനാർ, ലോട്ടസ് ടെമ്പിള്, ഗാന്ധി സമാധി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് കുത്തബ് മിനാർ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ സ്റ്റോൺ ടവർ ആണ് കേട്ടോ കുത്തബ് മിനാർ. കുത്തബ് മിനാർ വലിപ്പം മാത്രമല്ല നല്ല വിടുത്തും ഉണ്ട് കേട്ടോ, നല്ല വണ്ണുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അടുത്തേക്ക് പോകുന്തോറും ഭയങ്കര വണ്ണം ഉണ്ട് കേട്ടോ. മുൻപൊക്കെ ഉണ്ടല്ലോ വരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളിലും മേലെയൊക്കെ കയറി കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും ആൾക്കാരൊക്കെ കൂടി കയറിയപ്പോ ഉള്ളിലെ കറണ്ട് കണക്ഷൻ കട്ടായിട്ട് വെളിച്ചില്ലാതെ ആയിട്ട് പേടിച്ച് എല്ലാവരും കൂടി ഓടി ഇറങ്ങാൻ നോക്കിയപ്പോ കുറെ ആൾക്കാർ വീണു മരിച്ചു എന്നാണ് പറയണത്. അപ്പൊ ആ വീണു മരിച്ചതിൽ കുറെ കുട്ടികളും ഉണ്ടായിരുന്നു എന്നാ പറയണേ. അന്ന് തൊട്ടേ ഇതിന്റെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്, ഉള്ളിലേക്ക് കയറ്റി വിടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും കയറി കാണാനൊന്നും സാധിച്ചില്ല. ഇതുപോലെ പല സൈഡിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഈ കുത്തബ് മിനാറിന്റെ, ലോട്ടസ് ടെമ്പിളിന്റെ, അതുപോലെ തന്നെ താജ്മഹലിന്റെ അങ്ങനെ ഓരോന്നിന്റെയും ഒരു കാർഡൊക്കെ പണ്ട് നമുക്ക് കിട്ടുമായിരുന്നു. അത് എവിടെന്നാ കിട്ടിയെന്ന് ആരാ അഴിച്ചു തന്നേന്നൊന്നും ഓർമ്മയില്ല. പക്ഷെ അതൊക്കെ കുറെ നാള് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചതും ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കിയതൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പക്ഷെ ഇതൊന്നും നേരിട്ട് കാണുന്നു ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. ഇതാണ് കേട്ടാ അലാവുദ്ദീൻ ഖിൽജിയുടെ ഖബർ. ഒരു മൂവി ഉണ്ട് പത്മാവതി എന്ന് പറഞ്ഞിട്ട്, രൺവീർ സിംഗിന്റെയും ദീപിക പദുക്കോണിന്റെ ഒക്കെ. അതിൽ പറയുന്ന കഥ ഈ അലാവുദ്ദീൻ ഖിൽജിയുടെയാണ് കേട്ടോ. ആള് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു എന്നാണ് പറയണേ. നെക്സ്റ്റ് നമ്മൾ പോയത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് കേട്ടോ. ലോട്ടസ് ടെമ്പിളിലേക്ക് നടന്ന് 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 മതിയായി, വയ്യാണ്ടാവും. ഒരുപാട് ദൂരം നടക്കണം ലോട്ടസ് ടെമ്പിളിന്റെ അടുത്തേക്ക് പോണെങ്കിൽ. പക്ഷെ അതിന്റെ ഉള്ളിലും അതിന്റെ അടുത്തൊന്നല്ല കാണേണ്ടത്. നമ്മുടെ താജ്മഹൽ കാണുന്ന പോലെ തന്നെ കുറച്ച് അകലെ നിന്ന് കാണണം കേട്ടോ, അതിന്റെ ആ ഒരു രൂപവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ. പേര് ലോട്ടസ് ടെമ്പിൾ എന്നാണെങ്കിലും ഇതിന്റെ ഉള്ളില് ഭഗവാന്റെ മൂർത്തികളോ വിഗ്രഹങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി ടയേർഡായി ഉറങ്ങി അടുത്ത സ്ഥലത്ത് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗാന്ധി സമാധിയിലേക്കാണ് കേട്ടോ. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സമാധിയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ദർശൻ എന്ന് പറഞ്ഞ ആ ട്രിപ്പ് അവസാനിച്ചത് റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. റെഡ് ഫോർട്ടിൽ ഞങ്ങളെ ഇറക്കിയിട്ട് ട്രിപ്പ് അവിടെ വെച്ച് അവസാനിക്കും.